കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സ്ഥാപിച്ച അശോക സ്തംഭം പൊളിച്ചുമാറ്റിയ നിലയിൽ പതാക ഉയർത്തുന്നതിന് സ്ഥാപിച്ച അശോക സ്തംഭമാണ് പൊളിച്ചുമാറ്റിയത്. അശോക സ്തംഭത്തെ അപമാനിച്ചു എന്നാരോപിച്ച് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോലീസിൽ പരാതി നൽകി. എന്നാൽ കായികമേളയുടെ ഭാഗമായി ഗ്രൗണ്ട് ക്ലിയർ ചെയ്തത് ആണെന്നാണ് ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം. നേരത്തോട് കൂടിയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ നാട്ടുകാരൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് JCB ഉപയോഗിച്ചിട്ട് ആ പതാക സ്തംഭത്തിനെ പൊളിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഏകദേശം ഒരു 5-6 മണി സമയത്താണ് ഞങ്ങൾക്കിത് അറിയുന്നത്. അന്നേരം വന്ന് നോക്കുന്ന സമയത്ത് ആ ഉള്ള സ്ഥലത്ത് നിന്ന് മുഴുവനായിട്ടും അത് പൊളിച്ചു മാറ്റിയിട്ട് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ തന്നെ മറ്റൊരു വശത്ത് അതിനെ അപമാനിക്കും വിധം അതിനെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സ്കൂൾ HMനോട് പരാതി നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. എന്ത് അടിസ്ഥാനത്തിലാണ്, ആരുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനൊരു കാര്യം നിങ്ങൾ മുൻപന്തിയിൽ നിന്ന് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ലാതെയാണ് സ്കൂൾ HM നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലുള്ള ആരോപണങ്ങൾ, അതിൽ എത്രമാത്രം നിജസ്ഥിതിയുണ്ട്? ഈ അശോക സ്തംഭം അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പൊളിച്ചു മാറ്റിയതാണോ, അല്ല അവിടുത്തെ സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിന്റെ ഭാഗമായി അത് മാറ്റിയതാണ് എന്ന് പറയുന്നു? അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിനി, സ്കൂളിന്റെ മുൻവശത്താണ് ഈ അശോക സ്തംഭം, അതായത് സ്കൂളിൽ പതാക ഉയർത്തുന്നതിനായി സ്ഥാപിച്ച ഒരു അശോക സ്തംഭം അവിടെ സ്ഥാപിച്ചിരുന്നത്. ഇതാണ് ഇന്നലെ വൈകുന്നേരം 5:30ക്കും 6 മണിക്കും ഇടയിൽ പൊളിച്ചു നീക്കിയതായി ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. നമ്മൾ പോയ സമയത്ത് കാണാൻ കഴിഞ്ഞത് ഈ അശോക സ്തംഭം അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഇത് ഹെഡ്മാസ്റ്ററും PTA ചേർന്നാണ് ഈ ഒരു അശോക സ്തംഭം അവിടെ നിന്ന് പൊളിച്ചു നീക്കിയതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൽകിയിട്ടുണ്ട്. കായികമേളയുടെ ഭാഗമായി ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നതിനായി ഈ അശോക സ്തംഭം മാറ്റിയതാണ് എന്നാണ് ഇപ്പോൾ ഹെഡ്മാസ്റ്റർ നൽകുന്ന വിശദീകരണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ അശോക സ്തംഭം, പുതിയ അശോക സ്തംഭം സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രജൻ. ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.